കുട്ടികളെ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലെ ഉപസംഹാര ശ്ലോകം, അതായത് അർജുനനോട് ശാസ്ത്രവിധികളൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം ശ്രീകൃഷ്ണൻ പറയുന്നതാണ് ഇത്. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹാർഹസി. അതായത് അത് കാരണം ശാസ്ത്രമാണ് നിനക്ക് പ്രമാണം. ഏതിന്? കാര്യം ഏത് അകാര്യം എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശാസ്ത്രവിധികൾ എന്താണെന്ന് നോക്കി അതറിഞ്ഞിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ എന്നാണ് ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം. ഉറവങ്കര ബാലോപദേശത്തിലെ ഖണ്ഡം 2-ലെ 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. ശാസ്ത്രം പഠിച്ചില്ലെങ്കിൽ, ശാസ്ത്രത്തിലുള്ള വിധി വിട്ട് നടന്നാലത്തെ അപകടങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് ചെറുതായി വിവരിച്ചു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. ശാസ്ത്രത്തിലുള്ള വിധി വിട്ടൊരു ചോടുവെപ്പാൻ മാത്രം നിനയ്ക്കരുത്, അപായമതിന്നസംഖ്യം. ഗാത്രത്തിനാമയം അലക്ഷ്മി, മരിച്ചു കാലസൂത്രത്തിലെ പൊറുതി എന്നിവ വന്നുകൂടും. ശാസ്ത്രത്തിലുള്ള വിധി വിട്ട് ഒരു ചൂടുവെപ്പാൻ മാത്രം നിനയ്ക്കരുത്, അതിന് അപായം അസംഖ്യം. ഗാത്രത്തിന് ആമയം, അലക്ഷ്മി, മരിച്ച കാലസൂത്രത്തിലെ പൊറുതി എന്നിവ വന്നുകൂടും. ഇതാണ് ഇതിൻ്റെ ഏകദേശ അന്വയം വരിക. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ധർമ്മഗ്രന്ഥം, വൈദിക വിധികൾ, നിയന്ത്രിതമായുള്ള ജ്ഞാനം എന്നൊക്കെ ആണ് അർത്ഥം. അപ്പോൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള വിധികൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ അത് വിട്ട് അതിനെ ഒഴിവാക്കി ഒരു ചുവട്, അതായത് ഒരു ചുവട്, ഒരടി വയ്ക്കാൻ മാത്രം നിനയ്ക്കരുത്. അത് ഒന്ന് വേറെ വഴി കൂടെ നടന്നളയാം എന്ന് ചിന്തിക്കുക പോലും അരുത് എന്നർത്ഥം. എന്താ അങ്ങനെ ചെയ്താൽ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ്? അതിന് അപായം അസംഖ്യം. അങ്ങനെ ശാസ്ത്രവിധി പ്രകാരമല്ലാതെ നടന്നാൽ, ഒരടി നടന്നാൽ അതിന് അപായം അസംഖ്യം. ഒന്നും രണ്ടും അല്ല, കണക്കറ്റതാണ്. അത്രയും അപകടങ്ങളുണ്ട് എന്നാണ് കവി അടുത്ത് പറഞ്ഞത്. അത് ഏതൊക്കെയാണ് എന്നാണ് 3ഉം 4ഉം വരി കൊണ്ട് ഉദ്ദേശിക്കും. ഗാത്രത്തിന് ആമയം. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം. ശരീരത്തിന് ആമയം, ദുഃഖം, അസ്വാസ്ഥ്യം. ശരീരസുഖം ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ ജീവിതത്തിൽ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം നമ്മൾ നേരത്തെ കണ്ടതാണ്. ശരീരത്തിന് സുഖമില്ല ആവാം. ഗാത്രത്തിന് ആമയം വരാം. പിന്നെ രണ്ടാമത് അലക്ഷ്മി, അതായത് സമ്പത്തില്ലാത്തൊരവസ്ഥ, ഐശ്വര്യമില്ലാതെ കണ്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെയായാലും ജീവിക്കാൻ വളരെ വിഷമാണ്. അപ്പോൾ നമുക്ക് ജീവിക്കണമെച്ചാൽ ഒന്ന് ശരീരസുഖം വേണം, പിന്നെ കുറച്ച് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാവണം കയ്യിൽ. അതാണ് ഇഹത്തിൽ, നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടത് പ്രധാനമായിട്ട്, അല്ലേ? അപ്പോൾ അത് രണ്ടും, ഗാത്രത്തിന് ആമയാണ് ഉണ്ടാവുക, പിന്നെ ലക്ഷ്മി കയ്യിലില്ലാത്തൊരവസ്ഥയും ധനം ഇല്ലാത്തൊരവസ്ഥയും വരും. അപ്പോൾ അത് രണ്ടും ഇഹത്തിൽ രണ്ട് കാര്യങ്ങളും ഇല്ല എന്നർത്ഥം. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഭേദാവോ എന്ന് വെച്ചാൽ മരിച്ചു കാലസൂത്രത്തിലെ പൊറുതി. അപ്പോൾ ഈ
ദേഹത്തിന് സുഖമില്ല, കയ്യിൽ കാശുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ കാലസൂത്രത്തിൽ യമൻ്റെ കാലൻ്റെ സൂത്രം എന്ന് പറയണമെങ്കിൽ അത് ചരട്, കയറ്. അപ്പം കാലൻ്റെ കയറിൽ കുടുങ്ങിയും കൊണ്ട്, അതായത് നരകയാതന അനുഭവിച്ചും കൊണ്ട്, കാലൻ കയറിട്ട് കെട്ടി ഈ ജയിലിൽ പുള്ളികളൊക്കെ കൊണ്ടുപോകുന്ന പോലെ കയറിട്ട് ആണ് നമ്മളെ കൊണ്ട് ഓടി പോകാതിരിക്കാൻ കണ്ട. അതാണ് കാലപാശത്തിലെ പൊറുതി. അതിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുക. അനവധി കാലം നമ്മൾ നേരത്തെ കണ്ടതാണ്. പാപത്തിനനുസരിച്ചിട്ട് അനവധി കാലം നരക അനുഭവിച്ചുകൊണ്ട് കഴിയേണ്ടി വരും. അത് കഴിഞ്ഞാൽ വീണ്ടും ജനനം. അങ്ങനെയാണ്. അപ്പോൾ എന്നിവ ഈ സംഗതികൾ, അപ്പോൾ അത് ഇഹത്തിലും പരത്തിലും ദോഷമാണ് എന്നാണ് ചുരുക്കത്തിൽ പറയണത്. എന്നിവ വന്നുകൂടും, വരും അല്ല വന്നു കൂടും, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് അല്ലെങ്കിൽ വന്നു പെടും എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. അപ്പോൾ ശാസ്ത്രത്തിലുള്ള വിധി വിട്ട് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഈ ശരീരത്തിന് അസ്വാസ്ഥ്യം, ധനമില്ലായ്മ, പിന്നെ മരിച്ചു കഴിഞ്ഞാലും നരകയാതന. ഇത്രയും അപകടങ്ങളുണ്ട്. അത് കാരണം ശാസ്ത്രം കുട്ടികളെ നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. എന്നാലാണ് ഏതാണ് ചെയ്യാൻ പാടുന്നത്, ഏത് ചെയ്യരുത് എന്നുള്ള ബോധ്യം ഉണ്ടാവും. അതിനനുസരിച്ച് പെരുമാറണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ശ്ലോകം. നമുക്ക് ഈ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. ശാസ്ത്രത്തിലുള്ള വിധി വിട്ടൊരു ചോടുവെപ്പാൻ മാത്രം നിനക്കരുതപായമതിന്നസംഖ്യം. ഗാത്രത്തിനാമയം അലക്ഷ്മി മരിച്ചു കാലസൂത്രത്തിലെ പൊറുതി എന്നിവ വന്നുകൂടും. വീണ്ടും പറയട്ടെ, ശാസ്ത്രം വിട്ടു നടക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും ഗതിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ നമ്മളോട്. അത് കാരണം നമുക്ക് ശാസ്ത്രം പഠിക്കുന്നതിൽ ഒട്ടും അമാന്തം പാടില്ല. വളരെ ശുഷ്കാന്തിയായിട്ട് കുട്ടിക്കാലത്ത് തന്നെ ശാസ്ത്രങ്ങൾ പഠിക്കണം എന്നുള്ള ഉപദേശമാണ് ഇതിൽ കൂടെ നമുക്ക് തരുന്നത്. നമുക്ക് അത് പഠിച്ചു വയ്ക്കാം, അതുപോലെ അനുസരിക്കാം. ബാക്കി കാര്യങ്ങൾ നാളെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.